പാലക്കാട് റെയിൽവേ പോലീസാണ് ഈ പ്രതിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അല്പസമയത്തിനകം പോലീസിന് കൈമാറും. പട്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലെ TTE കെ വിനോദിനാണ് ദാരുണാന്ത്യമുണ്ടായത്. ഇത് വിനോദ് ടിക്കറ്റ് പരിശോധിക്കുന്നതിനിടെ ഇതര സംസ്ഥാന തൊഴിലാളി രജനീകാന്തിനോട് ടിക്കറ്റ് ചോദിച്ചു. ടിക്കറ്റ് ഇല്ലാതെയാണ് ഈ അതിഥി തൊഴിലാളി യാത്ര ചെയ്തിരുന്നത്. ലഹരിയിലായിരുന്നു. ഇത് പ്രതിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. രജനീകാന്ത് എന്ന പ്രതിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മദ്യലഹരിയിലായിരുന്നു രജനീകാന്ത് ഉണ്ടായിരുന്നത്. TTE ടിക്കറ്റ് ചോദിക്കുന്നു, അതിൽ തർക്കമുണ്ടാകുന്നു. ടിക്കറ്റ് എടുക്കാതെയാണ് രജനീകാന്തിൻ്റെ ട്രെയിനിലെ യാത്ര. അത് ചോദ്യം ചെയ്ത TTE പിന്നീട് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തി. കേരളത്തെ സംബന്ധിച്ച് നടുക്കുന്നതും ആദ്യത്തേതുമായ സംഭവമാണ്. ചിതറിപ്പോയിരിക്കുന്നു TTE കെ വിനോദിൻ്റെ മൃതദേഹം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പാലക്കാട്ട് നിന്ന് നിഖിൽ, പാലക്കാട് റെയിൽവേ പോലീസാണ് ഈ പ്രതി രജനീകാന്തിനെ പിടികൂടിയിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ പാലക്കാട്ട് നിന്നും കിട്ടുന്ന വിവരങ്ങൾ എന്താണ് നിഖിൽ? ഗോപികൃഷ്ണൻ, അല്പസമയം മുൻപാണ് ഈ പ്രതിയെ ഇപ്പോൾ RPF സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രാഥമികമായൊരു ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുമെന്നാണ് RPF ഉദ്യോഗസ്ഥർ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം നടുക്കുന്ന ഒരു കൊലപാതകം തന്നെയാണ് നടന്നിട്ടുള്ളത്. അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. അല്പസമയം മുൻപാണ് പ്രതിയെ പാലക്കാട് RPF സ്റ്റേഷനിൽ എത്തിച്ചുള്ളത്. പട്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലെ TT വിനോദാണ് കൊല്ലപ്പെട്ടത്. ഇദ്ദേഹത്തോട് ടിക്കറ്റ് ചോദിച്ചതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക്, ഈ ട്രെയിനിൽ നിന്ന് തള്ളിയിടാനുള്ള കാരണമായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും പ്രതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഉദ്യോഗസ്ഥർ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു ഇതിനപ്പുറത്തേക്ക്, ടിക്കറ്റ് ചോദിച്ചതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രതി പിടിയിലായിരിക്കുന്നു. വിശദമായ ചോദ്യം ചെയ്യൽ അടക്കമുണ്ടാകും. പക്ഷേ അത് അല്പസമയം, അതിനൊരു ഒരു കാലതാമസമുണ്ട്. ഇപ്പോൾ പ്രാഥമികമായുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രതിയുടെ ചിത്രങ്ങൾ നമുക്ക് ഇതിനോടൊപ്പം തന്നെ ലഭ്യമായിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും വളരെയധികം ദാരുണമായിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. ഈ പ്രതിയോട് ടിക്കറ്റ് ചോദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഇപ്പോൾ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഗോപി, നിഖിൽ, ഇപ്പോൾ പ്രതി പാലക്കാട് റെയിൽവേ പോലീസിന്റെ പിടിയിലാണ്. റെയിൽവേ പോലീസാണ് ചോദ്യം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും റെയിൽവേ പോലീസിന്റെ പിടിയിലാണ് പ്രതി ഉള്ളത്. വിശദമായ ചോദ്യം ചെയ്യലിലേക്കടക്കം ഇതുവരെ കടന്നിട്ടില്ല. അല്പസമയം മുൻപ് മാത്രമാണ് പ്രതിയെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രാഥമികമായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കി അല്പസമയത്തിനകം വിശദമായ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും വളരെയധികം ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. ഈ പ്രതിക്ക് എന്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യത്തിലേക്ക് പ്രതിയെ നയിച്ചിട്ടുള്ള സാഹചര്യം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഇത് തൃശ്ശൂർ വെളപ്പായയ്ക്ക് അടുത്താണല്ലോ നിഖിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെ ഈ TTE വിനോദിനൊപ്പം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകയുണ്ടായിരുന്നു, വനിതാ TTE ഉണ്ടായിരുന്നു. അവിടെ അവർക്ക് അതിൽ ഇടപെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അവരും അതിൽ പേടിച്ചു പോയിട്ടുണ്ടാകണം. ഒരുപക്ഷെ അവർ അതിന് ഈ പ്രതി ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തടയാൻ ശ്രമിച്ചെങ്കിലും അതിന് ഫലമുണ്ടായില്ല. അപ്പോൾ ഈ വനിതാ TTEയും ഇപ്പോഴവിടെ എത്തിയിട്ടുണ്ടോ? ഈ മൊഴി കൊടുക്കാനൊക്കെ ആയിട്ട് പാലക്കാട് എത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ നിഖിൽ? അവരും ഇവിടെ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗോപി, കൂടുതൽ വിശദാംശങ്ങൾ അവരിൽ നിന്നും ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കൂടുതൽ ഉദ്യോഗസ്ഥർ, ഒരു ട്രെയിനിൽ വിവിധ കോച്ചുകളിലായി കൂടുതൽ ഉദ്യോഗസ്ഥർ ഉണ്ടാവും. അവരിൽ നിന്നെല്ലാം തന്നെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നടുക്കുന്ന ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഒരു TTA ടിക്കറ്റ് ആവശ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ആക്രമിക്കുക, ഇത്തരത്തിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിടുക എന്നുള്ളതൊക്കെ നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നടുക്കത്തിലാണ് റെയിൽവേ ഉദ്യോഗസ്ഥരും. ഇവിടെ എത്തിയ ഉദ്യോഗസ്ഥരെയും നമുക്ക് കാണാൻ കഴിയും. അവരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം പ്രതിയുടെ വിശദമായ ചോദ്യം ചെയ്യലും ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതി രജനീകാന്ത് ഇപ്പോൾ ഈ RPF സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഒലക്കോട് റെയിൽവേ സ്റ്റേഷനിലുള്ള RPF സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പ്രതിയിൽ നിന്ന് ഉദ്യോഗസ്ഥർ ചോദിച്ചറിയുകയുമാണ്. എന്തായാലും പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഈ ടിക്കറ്റ് ചോദിച്ചതുമായി ബന്ധപ്പെട്ട് അപ്പോഴുണ്ടായ തർക്കമാണ് ഈ ഒരു ട്രെയിനിൽ നിന്ന് തള്ളിയിടാനുണ്ടായ സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ശരി, പാലക്കാട്ടെ ഒലവക്കോട് RPF സ്റ്റേഷനിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. TTE ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി രജനീകാന്ത് ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. അയാളെ ഇപ്പോൾ RPF ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. വൈകിട്ട് 6:30 കൂടിയാണ് സംഭവം.
ടിക്കറ്റ് ചോദിച്ചതിന്റെ പകയിലാണ് മദ്യലഹരിയിലായിരുന്ന പ്രതി രജനീകാന്ത് കെ വിനോദിനെ ട്രെയിനിൽ നിന്ന് ഓടുന്ന സൂപ്പർഫാസ്റ്റ് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. അതിദാരുണമായ സംഭവമാണ്. കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ്. അക്ഷരാർത്ഥത്തിൽ നമ്മളെ നടുക്കുന്ന സംഭവമാണ്. സഹപ്രവർത്തക കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ സംഭവത്തിന് ശേഷം ഇപ്പോൾ പ്രതിയെ പാലക്കാട് RPF ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്തു വരികയാണ്. അല്പസമയത്തിനകം പോലീസിന് കൈമാറും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തൃശ്ശൂരിലെ വെളപ്പായയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പട്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലെ കെ വിനോദാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. പ്രതിയെ പാലക്കാട്ട് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.